നിർമുടി മേടിച്ചിട്ടാണ് എൻ്റെ അവതാരിക എഴുതിയേക്കുന്നത്. എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് സ്വാമി ഇങ്ങനെ തുറന്ന് എഴുതിയത്? ബദരിയിൽ വെച്ചിട്ട് കനത്ത മഞ്ഞളിൽ നിന്ന് ശിവലിംഗം ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് അപ്പോൾ കാണിച്ചു തരുവാണ് അല്ലേ? സ്നേഹിച്ചവരോട് എന്നെ ചവിട്ടി ഭൂമിയിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത്, എന്നെ പുറംകാല് കൊണ്ട് അടിച്ചത് എന്തിനാണ് ഈശ്വര? ഈ ഈശ്വരൻ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ മേഘങ്ങൾ മാറി തീ അഗ്നി തെളിഞ്ഞ് വിളക്ക് തെളിഞ്ഞത്. എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാളെ കണ്ടിട്ടുള്ളൂ, അയാളും പിന്നെ ശത്രുവായി. നമസ്കാരം. ഒരാൾ ജനിക്കുമ്പോൾ ഭഗവാൻ തീരുമാനിക്കും ഈ അമ്മയുടെ ഗർഭപാത്രം ജനിക്കുന്ന കുഞ്ഞ് എന്താകണം എന്ന് നമ്മൾ ഹൈന്ദവതയിൽ വിശ്വസിക്കുന്നു. ഹൈന്ദവയിൽ വിശ്വസിക്കുന്നവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഇങ്ങനെയാണ് എന്നൊക്കെ വളരെ മുമ്പ് തന്നെ ഗ്രഹിക്കാൻ പറ്റും എന്നാണ്. അപ്പോൾ എഞ്ചിനീയർ ആകണോ, ഡോക്ടർ ആവണോ, ഗുണ്ടയാവണോ, വാടക ഗുണ്ടയാവണോ, എഴുത്തുകാരനാവണോ, അല്ലെങ്കിൽ ഇതുപോലെ സ്വാമിയാവണോ എന്നൊക്കെയുള്ള ഓരോ എന്താകണം എന്നുള്ള ഒരു കൃത്യമായ ധാരണ ദൈവത്തിനുണ്ടാകും. ആ ധാരണയോടുകൂടിയാണ് ഇന്നയാൾ ഇന്നടത്ത് ജനിക്കും, അയാൾ പൂർവ്വജന്മം അനുസരിച്ച് ഇന്നതായിത്തീരും, അയാൾ ഇങ്ങനെയൊക്കെയാണ് വളരുക, ഈ ജന്മത്തിൽ അയാൾ എത്തിച്ചേരുമ്പോൾ അയാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, ഈ ഒരു കാലഘട്ടം വരെ അയാൾ സമ്പന്നനായി ജീവിക്കും, ഇല്ലെങ്കിൽ സമ്പത്തില്ലാത്തവനായി ജീവിക്കും, അന്നം മുട്ടുന്നവനായി ജീവിക്കും, അത് കഴിഞ്ഞ് ഇന്ന സമയം മുതൽ അയാൾക്ക് ഇങ്ങനെ ലോട്ടറി അടിക്കും, ഇല്ലെങ്കിൽ അയാൾ ഇങ്ങനൊരു പെൺകുട്ടിയെ കണ്ടെത്തും, അവളുടെ ശക്തി കൊണ്ട് അയാൾ ഇങ്ങനെയൊക്കെ ആയിത്തീരും. ഇങ്ങനെയൊക്കെയുള്ള ഒരു നിഗമനം ഭഗവാനുണ്ടാകും. അതാണ് നമ്മുടെ ഹൈന്ദവതയിൽ ജാതകത്തെക്കുറിച്ച് പറയുന്നത്. ഓരോ ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുമ്പോഴും ശനിദശയിൽ ജനിക്കുന്നവനും ശുക്രദശയിൽ തീരുന്നവനും ദൃഷ്ടിദോഷമുള്ളവനും ഇതൊക്കെ തന്നെ ഒരു കാര്യം. ചൊവ്വയുടെ ദൃഷ്ടിയുള്ളവനും വേഴം എവിടെ നിൽക്കുന്നു, 11ാം ഭാവത്തിൽ വേഴം നിന്നാൽ എന്താണ്, ഇതെങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരവധിയുണ്ട്. അപ്പോൾ ഒരാൾ ഇപ്പോൾ കാന്തല്ലൂർ സ്വാമി സുനിൽ പരമേശ്വരൻ സാധാരണ ഒരു വീട്ടിലാണ് ജനിച്ചത്. സാധാരണ ഒരു വീട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരായ ഒരു അധ്യാപികയുടെയും ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ടെലഫോൺസ് ജോലി ഒരാളുടെ മകനായിട്ടാണ്, രണ്ടാമത്തെ മകനായിട്ടാണ് ജനിച്ചത്. 7 മാസം പ്രായമുള്ളപ്പോൾ പഞ്ഞിയിൽ പൊതിഞ്ഞു നീല നിറമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരുന്നു, മരിച്ചു പോകുമെന്ന് വിചാരിച്ചു, രക്ഷപ്പെട്ട് വിദ്യയൊക്കെ 10ാം ക്ലാസ് ആയപ്പോൾ നിർത്തി. കലയോടുള്ള അമിതമായ ഭ്രാമം, കലയോടെന്ന് പറഞ്ഞാൽ കല ടീച്ചറോടുള്ള സാഹിത്യത്തോടും കലയോടുമുള്ള ഇഷ്ടം പോലെ പുസ്തകങ്ങൾ വായിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സിനിമയുടെ പുറകെ പോയി. അത് ഒരാൾ എങ്ങനെ ആയിത്തീരണം എന്നുള്ളത് ഞാൻ പറയുന്നത്. കുറേ കഴിഞ്ഞ് അവിടെയൊക്കെ മതിയാക്കി മദ്രാസിലൊക്കെ പോയി കറങ്ങി തിരിച്ചു വരുമ്പോൾ വിചാരിക്കുന്നു ഇനിയിപ്പോൾ എങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ കുറേ പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതി. ആൾക്കാർ അവൻ്റെ ജീവിതം പോയി എന്ന് പറഞ്ഞ് എഴുതി കളഞ്ഞു. അപ്പോൾ എഴുതാനുള്ള കഴിവുള്ളതുകൊണ്ട് ഒരു പരസ്യ കമ്പനി തുടങ്ങി. പരസ്യത്തിൽ നല്ല ക്യാപ്ഷൻസ് എഴുതി. കുറേ കഴിഞ്ഞ് പരസ്യ കമ്പനി ഭയങ്കരമായിട്ട് ദൂരദർശനിൽ കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു. അപ്പോൾ അലഞ്ഞു നിറക്കുകയാണ്. ഞാൻ എവിടെയാണ് ചെന്നെത്തേണ്ടത് എന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടില്ല. ഈശ്വരൻ അലഞ്ഞിറക്കാൻ തീരുമാനിച്ചതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, ഒരു നദിയിലെ ജലം അത് നീരാവയായി ഉയർന്ന് മഴ പെയ്ത് അത് അഴുക്കുചാലിൽ വീണാൽ അത് എവിടെയാണ് എത്തപ്പെടേണ്ടത്? കുറേ നാൾ അത് അഴുക്കുചാലിൽ തന്നെ കിടക്കും, ദുർഗന്ധം വമിക്കുന്ന അടുത്ത് തന്നെ കിടക്കും. അവിടെ നിന്ന് കഠിനമായ വെയിലേറ്റ് അത് നീരാവിയായി ഉയർന്ന് മേഘങ്ങളിലൂടെ ചെന്ന് ശുദ്ധമായ പാപനാശങ്ങളിൽ, അല്ലെങ്കിൽ രാമേശ്വരം പോലുള്ള, ഇല്ലെങ്കിൽ നല്ല കടലുകളിൽ പോയി പതിച്ച് അവിടുന്ന് നീരാവിയായി ഉയർന്ന് മഴ പെയ്ത് ശുദ്ധമായ സ്ഥലത്ത് ചെയ്ത് അതിമനോഹരമായ പ്രകൃതിയിൽ പോയി ലയിക്കുന്ന പോലെ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇതുമായിട്ട് എപ്പോഴും ഒരു ബന്ധമുണ്ടാകും. അവന് ശുദ്ധി ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണെന്നാണ് പറയുന്നത്. ഞാനും അങ്ങനെ ശുദ്ധി ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു വന്നത്. അപ്പോൾ ഒരു പീരീഡ്, ഒരു ബുധദശ ഉണ്ടാകുമ്പോൾ നമുക്ക് സമ്പത്തുണ്ടാവും. ഒരു കേതുദശ ആകുമ്പോൾ അതിൻ്റെ എല്ലാം പോവും. അപ്പോൾ ബധുദശ ആകുമ്പോൾ നമുക്ക് ദുഷ്ടകാലം വരാം, കേതുദശ വരികയാണ്, നമ്മുടെ സർവ്വതും നശിക്കാൻ പോവുകയാണ്. അപ്പം നശിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഈശ്വര ഭജനം നടത്തണമോ? അല്ലെങ്കിൽ നമ്മളെ സംസർഗത്തിൽ പോയി പെട്ടുകൊണ്ട് നമ്മൾ സർവ്വവും നശിക്കണമോ? നിങ്ങളെൻ്റെ ഒരു കപട സന്യാസിയുടെ ആത്മകഥ എന്ന് പറയുന്ന ഒരു പുസ്തകവും, നോവുകടൽ എന്ന് പറയുന്ന ഒരു പുസ്തകവും, മജ്ജയും മാംസവും ഹിമാലയം എന്ന് പറയുന്ന ഒരു 3 വോളിയമുണ്ട്. അത് 3ഉം വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മൾ എങ്ങനെ ജീവിച്ചാലാണ് നമുക്ക് മനസമാധാനം കിട്ടുന്നത്, ആ മനസമാധാനം എങ്ങനെയാണ് നമുക്ക് നശിപ്പിക്കാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ മനസമാധാനം നശിക്കുന്നത് എങ്ങനെയാണ്,
നമ്മൾ മനസ്സമാധാനം നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റും നിൽക്കുന്നവർ, നമ്മുടെ ധനം നശിക്കുമ്പോൾ നമുക്ക് ചുറ്റും നിൽക്കുന്നവരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതിയത്. ഒരു കപട സന്യാസിയുടെ ആത്മകഥ മാതൃഭൂമിയിലുണ്ട്, HNC-യിലുണ്ട്, കറണ്ട് ബുക്സിലുണ്ട്, SS ബുക്സിലുണ്ട്, അമാൻ ബുക്സിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഓൺലൈൻ മീഡിയയിലൊക്കെ ഒരുപാടുണ്ട്, ആമസോണിലൊക്കെ ഉണ്ട്. അത് അങ്ങനെ അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, നെടുമുടി വേണുചേട്ടനാണ് എൻ്റെ അവതാരിക എഴുതിയേക്കുന്നത്. എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് സ്വാമി ഇങ്ങനെ തുറന്ന് എഴുതിയത്? ഞാൻ പറഞ്ഞു, വേണുചേട്ടാ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ ആ അനുഭവമാണ് നമുക്ക് സമ്പത്തെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സമ്പത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴല്ലേ അത് സമ്പത്താകുന്നത്, അല്ലാതെ പണം ഉണ്ടാക്കുന്നതാണോ സമ്പത്ത്? എനിക്കിഷ്ടം പോലെ പണം ഈശ്വരൻ തന്നിട്ടുള്ളതാണ്. ശാന്തിവിള ദിനേശ്വരൻ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ ഇഷ്ടം പോലെ സമ്പത്ത് ഈശ്വരൻ തന്നിരുന്നു. അപ്പോൾ സുഖവും ദുഃഖവും ഇടകലർന്നതാണ് ജീവിതം. നമ്മൾ നല്ല ദോശമാവിൻ്റെ കുറേ വെള്ളവും കൂടെ ഒഴിച്ച് കലക്കുന്ന പോലെ അങ്ങനെ ലൂസാക്കും, ദൈവം ലൂസാക്കും. നഷ്ടപ്പെടാനുള്ളതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടേ പറ്റൂ, നേടാനുള്ളതെല്ലാം നമ്മൾ നേടിയതേ പറ്റൂ. ആ നേട്ടത്തിൻ്റെ കൂടെ ദുഃഖവും കൂടെ വരും. ഭൗതികമായി ഉയർന്നു നിൽക്കുമ്പോൾ, സമ്പത്തുണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റും ജനക്കൂട്ടമുണ്ടാകും. ഭൗതികതയെല്ലാം നഷ്ടപ്പെടുമ്പോൾ എല്ലാവരും പോവും. അപ്പോൾ നമ്മളെ വിശ്വസിക്കുന്നവരും സ്നേഹിക്കുന്നവരും ചുറ്റും നിൽക്കുന്നവരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് വിചാരിക്കുന്നവരൊക്കെ തിരിഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടം വരും. എന്ന് വിളിച്ചവൻ്റെ പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കിയിട്ട് തിരിഞ്ഞു പോകുന്ന എത്രയോ പേർ. അന്നം കൊടുത്തവർ, വസ്ത്രം കൊടുത്തവർ, ചേർത്ത് പിടിച്ചവർ, അല്ലേ? അവൻ കരഞ്ഞപ്പോൾ അവൻ്റെ കണ്ണീരൊപ്പിന്നവർ, അവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനമറിഞ്ഞവർ. ഇതൊക്കെയാണ് ആ പുസ്തകത്തിനകത്ത് ഞാൻ എഴുതിയേക്കുന്നത്. അത് അവരുടെ ആരുടെയും തെറ്റല്ല, നമ്മുടെയും തെറ്റല്ല, നമ്മൾ അനുഭവിക്കേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതുപോലെ, സ്വാമി, ഞാൻ ആ വീട്ടിൽ പോയി വിവാഹം കഴിച്ച ഒരാളാണ്. ഞാൻ അവിടെ ചെന്ന് വിവാഹം കഴിക്കുമ്പോൾ അവരുടെ മുൻപിലത്തെ വാതിൽ പോലും ഇല്ലായിരുന്നു. ഞാൻ ആ വീട് നന്നാക്കി, അവിടെ പറമ്പിൽ പൊയ്ക്കൊണ്ടിരുന്നവർക്കൊരു ബാത്റൂം ഉണ്ടാക്കി, നശിച്ചു ക്ഷയിച്ചു പോയ അവർക്ക് ക്ഷേത്രമുണ്ടാക്കി, ക്ഷേത്രത്തിന് പണം കൊടുത്തു, ആ കുടുംബത്തെ ഞാൻ ഉയർത്തി വലുതാക്കി. എല്ലാം ചെയ്തു കഴിഞ്ഞ് ബിസിനസ്സിൽ തകർന്നു കഴിഞ്ഞപ്പോൾ യാതൊരു പ്രശ്നവുമില്ലാതെ അവരെന്നെ പുറത്താക്കി. ഞാൻ ഭ്രാന്ത് പിടിച്ച് അലഞ്ഞു നിറക്കുവാണ് സ്വാമി, ഞാൻ കാന്തല്ലൂർ ആശ്രമത്തിൽ വന്നൊന്ന് കിടന്നോട്ടെ എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഈ മനുഷ്യർ എന്തൊക്കെയാണ്, മനുഷ്യർക്ക് അവരെന്താണ് ഇത്ര പെട്ടെന്ന് എല്ലാം മറന്നു പോകുന്നത്, അല്ലേ? ഒരു നിമിഷം കൊണ്ട് അവരെല്ലാം മറന്നു പോകുന്നു. മറവി ചിലർക്കൊരനുഗ്രഹമാണ്, പക്ഷെ ദൈവം കൊടുക്കുന്നൊരു മറവിയുണ്ട്. എല്ലാം മറന്നു പോകുന്ന ഒരു സമയം, എല്ലാം മറന്നു പോകുന്നൊരു സമയം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നോക്കണം, അല്ലേ? അൽസമേഷ്യ എന്ന് ശാസ്ത്രം പറയുന്ന മറവി രോഗം, ആ മറവി രോഗം ഉണ്ടാകുന്നതിന് മുമ്പുള്ള പലരെയും ഞാൻ എടുത്തിട്ടുണ്ട്. പുറകിലോട്ട് എടുക്കുമ്പോൾ 2 തലമുറ മുമ്പുള്ള വിഷയങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഞാൻ അനുഭവിച്ചതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സഹിക്കാനുള്ള ശക്തി തന്നല്ലോ ഈശ്വരൻ. ഞാൻ അങ്ങനെ വിചാരിക്കുക. എഴുതാനുള്ള ശക്തി തന്നില്ലേ ഈശ്വരൻ? ഇപ്പോഴും ഓടി നടക്കാനുള്ള ഊർജം തന്നില്ലേ ഈശ്വരൻ? ഇത്രയും ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനുള്ളതും മനുഷ്യൻ്റെ ദുഃഖങ്ങൾ കേൾക്കാനുമുള്ള മാനസികാവസ്ഥ തന്നില്ലേ ഈശ്വരൻ? അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട്, അല്ലേ? നമ്മൾ എന്തൊക്കെ നേടിയാലും സമാധാനമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റിയാൽ ഉറങ്ങുന്നവനാണ് സമ്പന്നൻ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ ഭ്രാന്തമായി ഓടി നടക്കുന്നു. അവനൊരു പനി വരുന്നു, അവനൊരു ഗുളിക വാങ്ങിച്ച് കഴിക്കുന്നു. അവൻ്റെ കാലിനൊരു പ്രശ്നം വരുന്നു, അത് മുകളിലേക്ക് കയറുന്നത്, രോഗം വരുന്നത് അവൻ അറിയുന്നില്ല. അവൻ്റെ ഇല്ലായ്മ, കടബാധ്യതകൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ മുറിപ്പാലത്തടി മാടൻ തമ്പുരാനിൽ കേട്ടെന്ന വന്ന് ഒരു ദിവസം 35 പേജ് 4 ദിവസം വന്നു. അവരുടെയൊക്കെ ദുഃഖങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര, വെറുതെ ഒരു കേൾവിക്കാരനെ ഇരുന്ന് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞാൽ പോലും, പൂജ പരിഹാരങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പോലും, നിങ്ങൾ തലക്കാവേരി പോയി ഒന്ന് കുളിച്ച് തലയിൽ ബന്ധിച്ചിരിക്കുന്ന നിങ്ങളുടെ ജന്മബന്ധങ്ങളെ ഒന്ന് മാറ്റിയാലും, കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി സർപ്പസംസ്കാര പൂജ ചെയ്താലും ഒക്കെ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ല നിങ്ങൾ അമ്പലത്തിൽ പോയി ഈശ്വര എന്ന് വിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല. ചില ആത്മീയമായിട്ടുള്ള ചില താവളങ്ങളുണ്ട്. ദൈവം പ്രകൃതിയിൽ നിന്ന് തരുന്ന ചില ആത്മീയ സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഒന്ന് സന്ദർശിക്കണം. തിരുവണ്ണാമലയിൽ പോയി ഒന്ന് നടക്കണം. രാമേശ്വരത്ത് പോയി ബലികർമ്മങ്ങൾ ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ മനസ്സിന് കിട്ടുന്നൊരു ശാന്തിയാണ്. എന്ന് വിചാരിച്ച നാളെ ഇതെല്ലാം ചെയ്തു വന്നു, സ്വാമി എല്ലാം ചെയ്തു വന്നു, ഞാൻ ഇന്ന് ലോട്ടറി എടുത്ത് അടിച്ചില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരം പറയാൻ എനിക്ക് വയ്യ. അതൊന്നും ഉത്തരം പറയാനൊന്നും പറ്റില്ല. നമ്മുടെ ദുഃഖങ്ങളെ
എങ്ങനെയാണ് നമ്മൾ സന്തോഷമാക്കി മാറ്റാൻ പറ്റുന്നത്? നമുക്ക് സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ദുഃഖങ്ങളെ ഈശ്വര, ഞാൻ രാവിലെ പ്രാർത്ഥിക്കും, ദൈവം എനിക്ക് താങ്ങാൻ പറ്റുന്നത് തരവൂ, എനിക്ക് വയ്യ, എനിക്ക് 63 വയസ്സായി, എനിക്ക് ഒരുപാട് കാലം ജീവിക്കണമെന്നില്ല, ഞാനും കല ടീച്ചറും ഉണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരുടെ എന്നെ സ്നേഹിക്കുന്നവരോടൊപ്പം അവരുടെ കൂടെ ജീവിച്ച്. ആടിനെ കണ്ടില്ലേ, ആട്ടിൻകുട്ടികൾ ഇങ്ങനെ പരസ്പരം തൊട്ടുരുമി ഇങ്ങനെ തട്ടി തടവിയൊക്കെ പോവും. നല്ല വെയിലുണ്ടെങ്കിൽ പോലും അവർ തണലില്ലെങ്കിൽ പോലും അവരിങ്ങനെ സ്നേഹത്തോടെ ചേർന്ന് നടക്കുന്നവർ കണ്ടിട്ടില്ലേ? അങ്ങനെ നമുക്ക് കുറേ പേരോടൊപ്പം സ്വാമി രാവിലെ കുറേ പേര് വിളിക്കും, രാജുമോൻ വിളിക്കും രാവിലെ, അഭിലാഷ് മോൻ വിളിക്കും രാവിലെ, സ്വാമി സുഖമാണ്, ജോഫി ചായം വിളിക്കും രാവിലെ, കുറേ ഫോണുകൾ വരും രാവിലെ, സ്വാമി ഇന്നെന്താ പരിപാടി, സുഖമായിട്ടിരിക്കുന്നു, പോണം, പുസ്തകം വായിക്കണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചില അന്വേഷണങ്ങൾ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഞാനില്ലാതെ വരുമ്പം ഞാൻ പോയല്ലേ പറ്റൂ, നമ്മളൊരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് പോയേ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് വളരെ നല്ല കാര്യമാണല്ലേ? നമ്മൾ 1000 വർഷം ജീവിച്ചിരിക്കും, എനിക്ക് മരണമില്ല, ബാക്കിയുള്ളവരൊക്കെ മരിച്ചു പോകും, ഞാൻ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നു വിചാരിക്കുന്ന അബദ്ധമാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു നിമിഷം, അടുത്ത നിമിഷം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഉറപ്പുമില്ല. നാളെ കാണാമെന്ന് പോലും ഞാൻ പറയില്ല. എങ്ങനെ പറയും? വിളിക്കൂ, ഉണ്ടെങ്കിൽ പറയാം. ചിലർ പറയും, സ്വാമി അങ്ങനെ പറയരുത്. അല്ല, ഞാൻ അങ്ങനെ അല്ലാതെ എങ്ങനെയാണ് പറയാൻ പറ്റും? ടീച്ചറിന് ഇഷ്ടമല്ല. കാരണം ടീച്ചർ എപ്പോഴും എൻ്റെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ, ടീച്ചറെല്ലാം പോസിറ്റീവായിട്ടേ പറയുള്ളൂ. പക്ഷേ ഞാനതിൻ്റെ നെഗറ്റീവ് അല്ലത്, ഇല്ലേ? എന്തുറപ്പാണ് നമുക്കുള്ളത്? നാളെ സുനിൽ പരമേശ്വരയുടെ വന്നിരുന്ന നാട്ടുകാരെക്കുറിച്ച് ദുഃഖങ്ങളുമൊക്കെ, പ്രേത വിഷയങ്ങളും അല്ലെങ്കിൽ ഇത്തരം വിവരങ്ങളൊക്കെ എങ്ങനെ ഇരുന്ന് പറയും, എന്നും വന്നിരുന്ന് പറയും എന്ന് വിചാരിക്കണം നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമല്ല. നമ്മളിപ്പോൾ ഈ നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്നു. നമ്മൾ ഈ നിമിഷം ജീവിച്ചിരിക്കാനുള്ള ഊർജം, നമുക്ക് പറയാനുള്ള ഊർജം, നമ്മുടെ ബോധത്തിലൂടെ, നാവിലൂടെ പുറത്തു വരുന്ന ശബ്ദം, വാക്കുകൾ, ഇതെല്ലാം ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്നതാണെന്നും ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പ ചൈതന്യത്തിൻ്റെ ശക്തി, നമ്മൾ ഈശ്വരനെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചില സാന്നിധ്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അതൊന്നും എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈശ്വരനുണ്ടോ എന്ന് ഹരിദ്വാറിൽ ഋഷികേശിൽ വെച്ച് ഞാൻ ആദ്യത്തെ ഹിമാലയ യാത്രയിൽ ഗംഗയുടെ തീരത്ത് നിൽക്കുമ്പോൾ സന്ധ്യയ്ക്ക്, ഈശ്വരനുണ്ടോ, ഈശ്വരനുണ്ടെങ്കിൽ എന്നെ എന്തിനാണ് ഇത്രയും ദുഃഖിപ്പിച്ചത്, എൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടത്, എൻ്റെ ബന്ധങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തിയത്, സ്നേഹിച്ചവർ മുഴുവൻ എന്നെ ഭൂമിയിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത്, എന്നെ പുറംകാല് കൊണ്ട് അടിച്ചത് എന്തിനാണ് ഈശ്വര? ഈ ഈശ്വരൻ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ മേഘങ്ങൾ മാറി അഗ്നി തെളിഞ്ഞ് വിളക്ക് തെളിഞ്ഞത് എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാളെ കണ്ടിട്ടുള്ളൂ, അയാളും പിന്നെ ശത്രുവായി. ആ ദർശനം ഞാൻ കാരണം അവർക്കൂടെ അത് കാണാൻ പറ്റി. പക്ഷെ അവർ പിന്നെ ഭീകര ശത്രുവായിട്ട് മാറി. കാരണം അവർക്ക് കാണാനുള്ള യോഗമില്ല. അവരെ ഞാൻ കാണിച്ചു കൊടുത്തതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ. അതാണ്. ഇത് വലിയ പാഠങ്ങളാണ് നമുക്ക്. ഓരോന്നും വലിയ പാഠങ്ങളാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു ദിവസം ഞാൻ ഹിമാലയം രണ്ടാമത്തെ തവണയോ 3ാമത്തെ തവണയാണ്. ഒരിക്കൽ ഞാനിത് പറഞ്ഞതാണെന്ന് തന്നെ ഉണ്ട് ഓർമ്മ. ഞാൻ ഇതിൻ്റെ തീരത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. നല്ല കടും വെയിൽ, കഴുതകൾ ഇങ്ങനെ പോകുന്നുണ്ട്. കൊടും വെയിലാണ്, തണുപ്പില്ല. ഗംഗയിലെ ജലം പോലും തിളച്ചു മറിയുന്ന തരത്തിൽ ഇങ്ങനെ ഇരമ്പി പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നടക്കുമ്പോൾ അതിസുന്ദരിയായ സ്ത്രീ, അവർ നല്ല വെളുപ്പാണ്, ഒരു വിദേശ വനിതയാണ്. തലയൊക്കെ ഇങ്ങനെ ചെമ്പിച്ചിട്ടുണ്ട്. അവരിങ്ങനെ വെള്ള വസ്ത്രം ധരിച്ചിട്ട് അവരിങ്ങനെ മെഡിറ്റേഷനിലിരിക്കുന്നു. ഞാൻ ഒറ്റ നോട്ടം അവരിങ്ങനെ നോക്കി. കാരണം അവരെ മുഖത്തൊരു പ്രഭയുണ്ട്. എനിക്കാണെങ്കിൽ അന്ധവിശ്വാസം കുറച്ച് കൂടുതലുള്ള ആളാണ്. ഈ പ്രേതാത്മാക്കളെയൊക്കെ അന്ധമായി വിശ്വസിക്കുന്നു, മരണാനന്തര ജീവിതം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാനിത് മനുഷ്യരാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നൊക്കെയുള്ള തോന്നലുള്ളത് കൊണ്ട് ഞാൻ ഒരു നിമിഷം അവരെ ഇങ്ങനെ നോക്കി നിന്നു. ഞാൻ നടന്ന് കുറേ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ കാണുന്നത് അവർ വെള്ളത്തിൽ ഒഴുകി പോകുന്നതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയതല്ല, ഞാൻ ഇഷേച്ചിലാണോ ഹരിദ്വാറിലാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ എവിടെയോ 2ാം വിഭാഗത്തിൽ ഇതുപോലെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ ഈശ്വരൻ, ഈ സുനിൽ പരമേശ്വര, നീ തിരുവനന്തപുരത്ത് ഇല്ലെങ്കിൽ പൂജപ്പുരയിൽ ജീവിച്ച നീ ഇവിടെ ഛത്തീസ്ഗഡിൽ ഇവിടെ നിൽക്കുന്നു, ഋഷിയേശിൽ നിൽക്കുന്നു, ഹരിദ്വാറിൽ നിൽക്കുന്നു, മധുരയിൽ നിൽക്കുന്നു. നീ എന്തൊക്കെയാണ് കണ്ടിങ്ങനെ പോകുന്നത്? നിൻ്റെ കണ്ണുകളിൽ അത്ഭുതം ഉണ്ടാക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അത്ഭുതങ്ങൾ എന്തൊക്കെ ഞാൻ നിനക്ക് കാട്ടിത്തന്നു. മഞ്ഞിൽ നിന്ന് ശിവലിംഗം, ബദരിയിൽ വെച്ചിട്ട് കനത്ത മഞ്ഞിൽ നിന്ന് ശിവലിംഗം ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് അപ്പോൾ കാണിച്ചു തരുവാണ്, അല്ലേ? കാണിച്ചു തരുവാണ്. ഒരു നിമിഷം പോലും, ഒരു മൈക്കിൻ്റെ മുമ്പിൽ 1 മിനിറ്റ് പോലും സംസാരിക്കാൻ ഊർജ്ജമില്ലാത്ത നമ്മുടെ മണിക്കൂറുകളോളം സംസാരിക്കാൻ പറ്റുന്നു. വാക്കുകൾ ഇങ്ങനെ ഒരു പ്രവാഹം പോലെ ഒഴുകി വരുന്നു. ഇതൊക്കെ തന്നെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതാണ്. എഴുതുന്നു, അല്ലേ? പുരാണങ്ങളും ഇതിഹാസങ്ങളും നമുക്ക് എഴുതാനായിട്ടുള്ള ഊർജ്ജം തരുന്നു. അത് ഇടമുറിയാതെ എഴുതാൻ കഴിയുന്നു. ഇതെല്ലാം ഈശ്വരൻ്റെ ശക്തിയാണ്. നമ്മളാണെന്ന് വിചാരിച്ചാൽ
ഇതൊക്കെ സുനിൽ പരമേശ്വരൻ ഉണ്ടായതാണെന്ന് വിചാരിച്ചാൽ തെറ്റി. നമ്മൾ നല്ല ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കാൻ വിധിയുണ്ടാകുകയും നല്ല പിതാവിൻ്റെ ബീജത്തിൽ ജനിക്കുകയും ചെയ്തതാണ് പുണ്യമെന്ന് നമ്മൾ വിചാരിക്കണം. ആ കാലഘട്ടത്താണ് കലിയുഗത്തിൽ അച്ഛനെ തല്ലുന്നത്. അച്ഛൻ്റെ ചെകിട്ടത്തടിച്ച മകനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ വിരൽ പതിപ്പിച്ച് സ്വത്ത് സ്വന്തമാക്കുന്ന മക്കളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ കഴുത്തിൽ വെച്ച് വഴുവും അമ്മയുടെ കഴുത്തിൽ കിടന്ന കെട്ടുതാലി പൊട്ടിച്ചെടുക്കുന്ന മക്കളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബോധമില്ലാത്ത അമ്മയുടെ കഴുത്ത് ഞിരിച്ച് അമ്മയെ സ്വത്ത് മക്കൾക്ക് എഴുതി കൊടുത്തപ്പോൾ അമ്മയുടെ കഴുത്ത് ഞെരിക്കുന്ന മക്കളെക്കുറിച്ച്, വിദ്യാസമ്പന്നമായ മക്കളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തന്നെ ജീവിതം എന്ന് പറയുന്ന പ്രളയത്തിൽപ്പെട്ട്, ആ പ്രളയമാണത്, ആ ജീവിത പ്രളയത്തിൽപ്പെട്ട്, പ്രാരാബ്ധത്തിൽപ്പെട്ട്, ആ പ്രാരാബ്ധത്തിൽ നിന്ന് നമുക്ക് ആ ചുമടെടുത്ത് വാങ്ങാൻ കഴിയാതെ മൃത്യുവില്ലാതെ ശയിക്കും. മൃത്യുവില്ലാതെ ശയിക്കും. ഉറക്കം വരില്ല, ശയനമുണ്ടാകും, ഉറക്കം ഉണ്ടാവില്ല, അങ്ങനെ കിടക്കും. എന്ത് നേടി? പണമില്ലാത്തവനും ആരോഗ്യമില്ലാത്തവനും ആർക്കും വേണ്ട എന്ന് പറയുന്ന ലോകത്തിലൂടെയല്ല നമ്മൾ സഞ്ചരിക്കുന്നത്. നിനക്ക് പണമില്ല, ആരോഗ്യമില്ല, എഴുതി നിൽക്കാൻ വയ്യ, ഒരു വെള്ളത്തിന് 10 തവണ വിളിച്ചാൽ എടുത്തു കൊടുക്കാത്തവരുണ്ട്. സ്വാമി, ഞാൻ എന്നാണ് സ്വാമി മരിക്കേണ്ടത്? മക്കൾ ചോദിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, അച്ഛനമ്മമാർ കിടക്കുന്ന കിടപ്പ്, ശരീരം മുഴുവൻ പൊട്ടി ഒലിച്ച്, കണ്ണിന് കാഴ്ചയില്ലാതെ ദുർഗന്ധം വമിക്കുന്ന കിടക്കയിൽ എത്ര 4 മെത്ത മാറ്റി സ്വാമി എന്ന് പറയുന്ന എത്ര പേർ? എന്നിട്ടും അമ്മയെ പൊന്നുപോലെ നോക്കുന്ന എത്രയോ പേർ, അച്ഛനെ പൊന്നുപോലെ നോക്കുന്ന എത്രയോ പേർ, അല്ലേ? ബോധമില്ലാതെ ഇറങ്ങിപ്പോകുന്ന അച്ഛനെ കാത്തിരിക്കുന്ന, ഒന്നും ചെയ്യാതെ അവരെ അച്ഛ എന്ന് വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന, വാരി കൊടുക്കുന്ന എത്രയോ നല്ല നല്ല മക്കൾ. ഇതൊക്കെ ഉണ്ട്. ഞാൻ മറ്റത് പറയുമ്പോഴൊക്കെ ഇതുകൊണ്ട് ഇവിടെ മക്കളെ ചൂഷണം ചെയ്യുന്ന അച്ഛനമ്മമാരില്ലേ? അച്ഛനമ്മമാരെ ചൂഷണം ചെയ്യുന്ന മക്കളില്ലേ? കൊച്ചുമക്കളില്ലേ? ഇതെല്ലാം ഉണ്ട്. എല്ലാം നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ചുറ്റും ഇല്ലാത്തതായിട്ടൊന്നുമില്ല. സുഖങ്ങളും ദുഃഖങ്ങളും ഇടകലർന്നതാണ് ജീവിതം, അല്ലേ? ചില സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ, ചില നാടകങ്ങൾ നമ്മൾ കാണുന്ന പോലെ എല്ലാം ജീവിത നാടകങ്ങൾ. ഒരു കട്ടൻ ഇങ്ങനെ ഉണ്ട്, ആ കട്ടൻ അങ്ങോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ്. ആ കട്ടൻ വീണ് കഴിഞ്ഞാൽ അടുത്ത രംഗമായി. ഓരോ രംഗങ്ങളാണ് ജീവിതം, ഓരോ രംഗങ്ങൾ. നമ്മൾ ഓരോ വേഷങ്ങൾ കെട്ടിയാടുന്നു ഓരോ ജന്മത്തിലും. അതൊക്കെ വേഷം എടുത്തണിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചേ പറ്റൂ, നമ്മൾ ആടിയേ പറ്റൂ. എടുത്തണിഞ്ഞു പോയി ആടിയേ പറ്റൂ. എപ്പോഴാണ് ആടി തളർന്ന് വീഴുന്നതെന്നും നമുക്കറിയത്തില്ല. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ്. ആ സ്പന്ദിക്കുന്ന ഹൃദയം ഇങ്ങനെ സ്പന്ദിച്ചു കൊണ്ടേയിരിക്കും, നമ്മളിങ്ങനെ ശ്വസിച്ചു കൊണ്ടേയിരിക്കും. നമ്മളതിനെക്കുറിച്ച് അറിയുന്നില്ല. നമ്മുടെ ബോധത്തിലേക്ക് പണമില്ല, ഭക്ഷണമില്ല, വിശക്കുന്നു, രാജകുട്ടങ്ങൾ, വലിയ കാറ്, ബൈക്ക്, അത് ഇത് എന്നുള്ളതല്ലാതെ നിന്റെ രോഗം ഓരോ നിമിഷവും ജീർണിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? നീ ജീവിക്കുന്ന ഓരോ നിമിഷവും നീ വാർദ്ധക്യത്തിലേക്ക്, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, മരണാനന്തര ജീവിതം, നീ ഓരോ നിമിഷവും നിന്റെ കോശങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. 7000 കോടി നാഗങ്ങളും 72,000 നാഡീഞരമ്പുമുള്ള നിന്റെ മനുഷ്യ ശരീരം സർവനാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നീ എന്തൊക്കെ ഇഞ്ചക്ഷൻ എടുത്ത് വെച്ചാലും, നീ എത്രയൊക്കെ പവറായിട്ടുള്ള മെഡിസിൻ കഴിച്ചാലും, നീ എത്ര ഡൈ അടിച്ചാലും നിന്റെ ശരീരം സർവനാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നീ നിന്റെ ശരീരത്തെ അഗ്നിക്ക് സമർപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഭൂമിക്ക് സമർപ്പിച്ചേ പറ്റൂ. നീ സമർപ്പിക്കാനായിട്ട് പോവുകയാണ്. നീ യാത്രയിലാണ്, അല്ലേ? നീ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യുന്നതല്ല, നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതല്ല. നീ നിന്റെ ശരീരവും കൊണ്ട് ജീവിതമാകുന്ന യാത്രയിലൂടെ ഒരു അവസാന ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. എവിടേക്കാണ്? മൃത്യു, മരണമെന്ന് പറയുന്ന ശാശ്വതമായ സത്യം. ആ മയിൽക്കുറ്റി അവിടെ നിനക്കൊരു ഇരിപ്പിടം, ഒരു കിടക്ക ഒരുക്കി കാത്തിരിക്കുകയാണ്. അവിടെ നിനക്ക് ശയിക്കാം. നീ ജന്മം, നീ ഇവിടെയൊക്കെ ചെയ്ത കർമ്മം അനുസരിച്ച് നിനക്ക് കിതപ്പും ആ രോഗാവസ്ഥയും ഇതെല്ലാം കഴിഞ്ഞ് നീ നടന്ന് അവിടെ എത്തി. നീ അവിടെ ആ ശയന സുഖം കിട്ടാവുന്നിടത്തേക്ക് നീ വന്നിരിക്കുമ്പോൾ, ആ ശയനാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നിനക്കിങ്ങനെ തിരിഞ്ഞു നോക്കാം. നീ തിരിഞ്ഞു നോക്കുമ്പോൾ നീ കാണുന്നത് മറ്റാരെയുമല്ല, ഈ മനോഹരമായ ലോകത്തെയല്ല. നിന്നിലേക്ക്, നീ നടന്നു വന്ന വഴിത്താരയിലേക്ക് നിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നീ ചെയ്ത പാപകർമ്മങ്ങളും നീ ചെയ്ത സുഖ ദുഃഖങ്ങളിലൂടെ കടന്നു വന്ന നിൻ്റെ ശരീരമില്ലാത്ത ആത്മാവിനെ നീ കാണും. ആത്മാവിൻ്റെ നൊമ്പരം കേൾക്കും. നീ കൊടുത്ത സത്കർമ്മങ്ങളെക്കുറിച്ച് അറിഞ്ഞ് നിൻ്റെ മനസ്സിന് ശാന്തി കിട്ടി. നീ നോക്കുമ്പോൾ ഭഗവത് പാദത്തിൽ നിനക്ക് ലയിക്കാൻ പറ്റും. അതൊരിപ്പാണ്, നമ്മൾ അറിയുന്നില്ല. അല്ലാതെ നമ്മൾ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്നതും ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യുന്നതും അവിടെ പോയി സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് വരുന്നതുമല്ല യാത്ര.
നീ നിൻ്റെ ഈ ശരീരവും കൊണ്ടുള്ള യാത്രയെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അത് പോകുന്നത് മരണത്തിലേക്ക് മാത്രമാണ്. മരണമെന്ന് പറയുന്ന ഒരു സത്യമുണ്ടെന്നും അത് ഏത് നിമിഷം സംഭവിക്കാമെന്നും നീ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ഓരോ നിമിഷം മുമ്പ് തന്നെ ചെയ്തു തീർക്കണമെന്നും അത് നീ നാളത്തേക്ക് മാറ്റിവെക്കരുതെന്നും നീ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം തന്നെ നിനക്കത് ഒരു കടബാധ്യതയായി കിടക്കാതെ നീ ചെയ്യാൻ പോകുന്നത് ഓരോന്നും ഈ നിമിഷം തന്നെ ചെയ്തു തീർക്കാനുള്ളതാണെന്നും ഉള്ള ബോധ്യം നമുക്ക് വരുമ്പോഴാണ് നമ്മുടെ ജന്മം പൂർണ്ണമാകുന്നത്. ഇപ്പം എനിക്കെൻ്റെ കാന്തല്ലൂർ ആശ്രമത്തെക്കുറിച്ചിട്ടുള്ള ചിന്തയുണ്ട്. അവകാശികളില്ല. അവിടെയുള്ള പ്രത്യങ്കരാദേവിയും ഭദ്രകാളിയും വാർത്താളിയും ഹനുമാൻ സ്വാമിയും ഒക്കെ എന്ത് ചെയ്യും? എൻ്റെ കർണേക്ഷി, എൻ്റെ സമാധി ഗുഹയ്ക്കകത്ത് ഇരിക്കുന്ന എൻ്റെ കർണേക്ഷിയെ ഞാൻ ആരെ ഏൽപ്പിക്കും? ഇതെല്ലാം ഞാനൊരാളെ ഏൽപ്പിക്കണ്ടേ? അപ്പോൾ ഏൽപ്പിക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ ഞാനിപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാനിതെല്ലാം പ്രപഞ്ചശക്തിയെ അങ്ങ് ഏൽപ്പിച്ചു. എൻ്റെ കാലശേഷം ചിലപ്പോൾ അത് കാട് കയറും, അവകാശികളില്ല. അത് നശിപ്പിക്കാൻ എത്രയോ പേര് ജപിച്ചു, എത്ര യൂട്യൂബ് ചാനലുകാർ ശ്രമിച്ചു. അവരുടെയൊക്കെ സ്ഥിതി എന്താണ് അല്ലേ? കോടതി പരാന്തങ്ങളിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥ. അവരൊക്കെ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു, എന്തെല്ലാം പറയാൻ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു കോടതിയോ ഒരു കേസിലോ പ്രതിയല്ലാത്ത എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവരൊക്കെ എന്തു പറ്റി? എത്ര പേരിപ്പോൾ ഭൂമിയിൽ അവശേഷിക്കുന്നു? അപ്പോൾ കാന്തല്ലൂർ ആശ്രമത്തിന് അപ്പം ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഭാരം, വേറെ ഒന്നും ദുഃഖമില്ല. എൻ്റെ കാലശേഷം, എൻ്റെയും ടീച്ചറിൻ്റെയും കാലശേഷം എൻ്റെ കാന്തല്ലൂർ ആശ്രമം, എൻ്റെ ഹേമാംബിക ആശ്രമം, എൻ്റെ ഹേമാംബിക ഗാനമേള, ഹേമാംബിക മ്യൂസിക് ട്രൂപ്പ്, എൻ്റെ ഹേമാംബിക പുസ്തകങ്ങൾ, ഹേമാംബിക ഭവനം, ഇതെല്ലാം തന്നെ ഞാൻ സർവ്വതും പ്രപഞ്ചത്തിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു. പ്രപഞ്ചശക്തി ഏൽപ്പിച്ചു. പ്രപഞ്ചശക്തി എന്താണ് തീരുമാനിക്കുന്നത് അത് നടക്കട്ടെ എന്ന് വെച്ചു. അല്ലേ? നമ്മുടെ കയ്യിലല്ലല്ലോ. പ്രപഞ്ചശക്തി തീരുമാനിക്കും. നമ്മളെ ഇത്രയൊക്കെ കൊണ്ടുവന്ന് ഇത്രയൊക്കെ ആക്കാൻ പറ്റുമെങ്കിൽ, 10ാം ക്ലാസ് വരെ പഠിച്ച എനിക്ക് 50 നോവലുകൾ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുരാണ ഇതിഹാസങ്ങളെക്കുറിച്ച് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം ഒരു ശരാശരി ബുദ്ധിമാൻ, ശരാശരിക്കാരനായ ഒരുത്തൻ്റെ തലച്ചോറിൽ വിടരുന്നതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ ദുഃഖ ദുരിതങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ്റെ ദുഃഖങ്ങൾക്കൊരു ആശ്വാസമാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവനെ സ്നേഹത്തോടൊന്ന് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ പുണ്യമെന്ന് പറയുന്നത്. പുണ്യം ചെയ്ത ഒരു കണക്കിന് പുണ്യം ചെയ്ത ജന്മം തന്നെയാവും. അല്ലേ ടീച്ചറെ നമ്മളൊക്കെ എന്ന് ഞാൻ ടീച്ചറിനോട് പറഞ്ഞു. തെറ്റുകളൊക്കെ പറ്റും. തെറ്റുകൾ പറ്റാത്ത മനുഷ്യനുണ്ടോ? തെറ്റുകൾ പശ്ചാത്തപിക്കണം, തെറ്റുകളിൽ പശ്ചാത്തപിക്കണം, തെറ്റുകൾ ചെയ്യാതിരിക്കണം. തെറ്റ് ചെയ്തവരോട് നമ്മൾ എന്നും സ്മരിക്കണം. അവരെ സ്മരിച്ചുകൊണ്ട് നമ്മൾ വേണം, ഈശ്വര നമ്മൾ തെറ്റ് ചെയ്തു പോയി, അവർക്ക് നന്മ കൊടുക്കണേ, അവർക്ക് മനസ്സമാധാനം കൊടുക്കണേ, അവർക്ക് ശാന്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കണം അല്ലേ? അപ്പോൾ നശിച്ചു പോകുന്ന ഈ ശരീരത്തെ, സർവനാശം സംഭവിച്ചുകൊണ്ട് ശരീരത്തെ നമ്മൾ മോടി പിടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. എത്ര നമ്മൾ മോടി പിടിപ്പിച്ചാലും അല്ലേ, ഹേമമാലിനിയൊക്കെ നമ്മളിപ്പോൾ പഴയ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിലെ കണ്ടാൽ അവരുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞ് കാണിക്കുമ്പം ഒരു കാലത്ത് സൗന്ദര്യം കൊണ്ട് വാർന്നൊഴുകിയ പലരും വാർദ്ധക്യാവസ്ഥയിൽ നിൽക്കുന്ന കണ്ട, രോഗാവസ്ഥയിൽ നിൽക്കുന്ന കണ്ട, ദൈവം തിരിച്ചു വിളിക്കാനുള്ള കൈ കൊടുത്ത് നിൽക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ്. നമ്മൾ അത്തരം കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. ശരീരമെന്ന് പറയുന്ന നശിച്ചു പോകുന്ന രോഗാവസ്ഥ, മരണകീടങ്ങൾ നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കീടങ്ങൾ സഹവസിക്കുന്ന അല്ലേ, രോഗങ്ങളാൽ കൃമികൾ സഹവസിക്കുന്ന ഈ ശരീരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത് അല്ലേ. നമ്മളൊരു വസ്ത്രം കൊണ്ട് മൂടാം, മനോഹരമായൊരു വസ്ത്രം കൊണ്ട് മൂടാം. ശരീരം കൊണ്ട് ശരീരത്തിന് അകത്ത് അല്ലേ എല്ലാ അവയവങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും കറക്കി വിട്ടിട്ടാണോ? ഒന്നുമല്ല. 2 ബീജങ്ങൾ തമ്മിൽ, XY ക്രോമസോമുകൾ തമ്മിൽ ചേർന്നപ്പോൾ ഒരു പ്രാണൻ തുടിക്കുന്നു. ആ പ്രാണൻ വളർന്നു, ആ ശരീരം ഉണ്ടാകുന്നു, അതിങ്ങനെ വികസിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തോ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ കലാപമുണ്ടായി നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കൂ. അതൊക്കെ വലിയ പാപങ്ങളാണ്, വലിയ പാപങ്ങൾ. ഞാനിങ്ങനെ ചുമ്മാ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മൾ ആലോചിച്ച് നോക്കൂ, 2 പേർ തമ്മിൽ വിവാഹം കഴിച്ച് ഇണചേരുമ്പോൾ കുട്ടികൾ ജനിക്കുന്നു. അവർക്ക് ജീവൻ കൊടുക്കാനായിട്ടുള്ള, ഈശ്വര സാന്നിധ്യം കൊണ്ട് പ്രാണൻ കൊടുക്കാനായിട്ടുള്ള ഊർജം കൊടുക്കുന്ന ദൈവം. അങ്ങനെ ഊർജം കൊടുത്തിൽ നിന്നുണ്ടാകുന്നതാണ് സന്താനങ്ങൾ. ഒരു സന്താനം വെറുതെ ഉണ്ടാവില്ല. അതൊരു വലിയ സബ്ജക്റ്റാണ്. എനിക്കൊരിക്കലും പിടികിട്ടാത്ത, ഇല്ലെങ്കിൽ എനിക്ക് പറഞ്ഞാലും തീരാത്ത, എനിക്കതിനെക്കുറിച്ചൊക്കെ സൃഷ്ടിയെക്കുറിച്ച് പറയണം എന്നുണ്ട്. ഇനിയൊരവസരത്തിലാകാം. അപ്പോൾ മനുഷ്യനെപ്പോഴും ചിന്തിക്കുന്നത് ഞാനെന്ന ഭാവമല്ല, ഞാനെന്നൊന്നില്ല. ഞാനെന്ന് പറയുന്നത് എൻ്റെ പ്രാണനാണ് അല്ലേ. ശങ്കരാചാര്യർ, അഹങ്കാരിയായി വന്ന ശങ്കരാചാര്യർ ദൈവജ്ഞാനമൊക്കെ കിട്ടിയിട്ട് മഹാദേവിയെ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ
ഒരു ചണ്ടാളൻ നിൽക്കുന്നു ഒരു പാലത്തിൻ്റെ മുമ്പിൽ, ചണ്ടാളൻ കുറേ നായ്ക്കളുമായിട്ട് നിൽക്കുന്നു. മാറൂ, അവൻ അഹങ്കാരം കൊണ്ട് പറഞ്ഞു, അങ്ങോട്ട് മാറി നിൽക്കാൻ പറയും. നീ ഒരു ചണ്ടാളാ, നീ എൻ്റെ മുമ്പിൽ ഒന്ന് നിൽക്കുവാണോ? നിനക്ക് മനസ്സിലായില്ലേ, ഞാൻ ശങ്കരാചാര്യരാണ്, ഞാൻ ദേവിയെ കണ്ടിട്ട് സാന്നിധ്യം കണ്ടിട്ട് വരുവാണ്, ആ ചൈതന്യത്തെ കണ്ടിട്ട് വരുവാണ്. അപ്പോൾ ആ ചണ്ടാളൻ ചോദിക്കും, ആരാണ് മാറേണ്ടത്, നീയാണോ ഞാനാണോ മാറേണ്ടത്, അല്ലെങ്കിൽ നിന്നിലും ഒരുപോലെ കുടികൊള്ളുന്ന ആത്മപ്രാണനാണോ മാറേണ്ടത്? ശരിയല്ലേ? നിൻ്റെയും നശിക്കുന്ന ശരീരം, എൻ്റെ നശിക്കുന്ന ശരീരം, നിന്നിലും തുടിക്കുന്ന ഒരേ പ്രാണൻ, അതിലാരാണ് മാറേണ്ടത്? സാഷ്ടാംഗം പ്രണാമം ചെയ്തു. മഹാദേവനായിരുന്നു. സാക്ഷാൽ മഹാദേവൻ കൊടുത്ത വലിയ പാഠമാണത്, അഹങ്കാരത്തിന് കൊടുത്ത ഒരു വാക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഈ മിത്തുകളുണ്ട് നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിലുണ്ട്. ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. എനിക്കറിയാവുന്ന ചെറിയ ചെറിയ ഉപകഥകളും കഥകളുമായിട്ടൊക്കെ, ജീവിത കഥകളുമായിട്ടൊക്കെ, അനുഭവങ്ങളുമായിട്ട് ഇനിയും വരാം. അതുവരെ നന്ദി, നമസ്കാരം.